ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതും അടപ്പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അമ്മ ചോദിച്ചു എനിക്ക് ഏത് പായസം ഇഷ്ടം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അടപ്രഥമനാണ് ഇഷ്ടം. എനിക്ക് വേറെ ഒരു പായസവും എനിക്ക് കൂടുതൽ ഇഷ്ടമല്ല. അടപ്രഥമനാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പഴവും എല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ ഞെരടി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം അമ്മ പറഞ്ഞു നമുക്കത് ഉണ്ടാക്കാമെന്ന്. അപ്പം നമ്മളത് സ്റ്റാർട്ട് ചെയ്തു. അപ്പം അമ്മ ഓൾറെഡി ശർക്കരയും അതേപോലെ തന്നെ ചവ്വരിയും കൂടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ ഉരുക്കണം. ഇങ്ങനെ അത് മെൽറ്റായി വരുമ്പോഴത്തേക്കും അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഏത് നമ്മുടെ ശർക്കര കൂടുതലും നല്ലത് കറുത്ത ശർക്കരയാണ് നല്ലത്. അതാവുമ്പോൾ നല്ല കളറിൽ കിട്ടും പായസം. ഇത് നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് ഒഴിക്കാം. അപ്പൊ പാലണക്കാവും. അപ്പൊ നമുക്ക് ഇതെടുക്കാം. അതും എടുക്കാം കേട്ടോ. ഇത് ലാസ്റ്റ് ഒഴിക്കാം. ഇതില് നമുക്ക് വറക്കാം. ഇതൊക്കെ ശരിയാണ്. 2 പാല് വേണം. അത് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം നമ്മൾ തേങ്ങാപ്പാലില്ലായിരുന്നു. അപ്പം ഞാൻ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു പാലൊഴിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേരത്തെ വാങ്ങിച്ചു വെച്ചിരുന്ന ഒരു മിൽക്ക് പൗഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുമായിരുന്നു. അപ്പം അമ്മ പറഞ്ഞത് 1-ാം പാലായിട്ട് എടുക്കാം, മറ്റേ നമുക്ക് 2-ാം പാലായിട്ട് ഒഴിക്കാം, സാദാ പാല്, മറ്റേ നമുക്ക് തേങ്ങാപ്പാൽ 1-ാം പാലായിട്ട് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമായിരുന്നേ. ഇതിപ്പോൾ ഞാൻ ആ ശർക്കര ഉരുക്കിയത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുവാണേ. അടുത്തത് നമ്മൾ നെയ്യ് ഉരുക്കാനായിട്ട് അടുപ്പിൽ വെച്ചേക്കുവാണേ. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അത് കുറച്ച് കട്ടി ആയതുകൊണ്ട് അത് നമ്മൾ സ്റ്റൗവിൽ വെച്ചേക്കും. ഇപ്പോൾ അത് മെൽറ്റ് ആകാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ നമ്മളെ നെയ്യ് കട്ടിയായി ഇരിക്കണമെങ്കിൽ അതിനെ പ്ലാസ്റ്റിക്കിലാണ് ഇരിക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിന്റെ എടുത്ത് വെക്കണം. അതല്ല ഇതേപോലത്തെ ബോട്ടിലാണെങ്കിൽ അത് നമ്മളെ വെള്ളത്തിൽ വെച്ചിട്ട് തിളപ്പിക്കാം. ഉരുകത്തില്ല. അങ്ങനെ ചെയ്യണേ. ആക്ച്വലി എനിക്ക് പായസം ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാ. ഞാനങ്ങനെ പായസം കണ്ടിട്ടേ ഉള്ളൂ ഉണ്ടാക്കുന്നതൊക്കെ. അപ്പോൾ അമ്മ എനിക്കിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുക. നമ്മുടെ നെയ്യ് എങ്ങനെയാണ് വെക്കണത്, ഇപ്പം നെയ്യ് പ്ലാസ്റ്റിക്കിലാണെന്നുണ്ടെങ്കിൽ അത് ഉരുകിപ്പോവും നേരിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്നൊക്കെ അമ്മ എനിക്ക് പഠിപ്പിച്ച് തരുവാണ്. അതേപോലെ പായസം ഉണ്ടാക്കുന്നതും അമ്മ എനിക്കിങ്ങനെ പറഞ്ഞു തരുവാണ്. ഓരോരോ ടിപ്സും കാര്യങ്ങളും എല്ലാം അമ്മ പറഞ്ഞു തരുവാണ്. ബ്രൗൺ കളറാവുന്ന പോലെ നമ്മൾ നെയ്യിൽ വളർത്തും. ഇത് ഒഴിക്കണം ഫുള്ള്. ഇനി നമ്മളിത് കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കണ സമയത്ത് തന്നെ ചവ്വരിയും അതേപോലെ ഏലക്കയൊക്കെ ഇട്ട് അതൊന്ന് കുറുകി വരണം. ഇത് ഞാൻ ഏലക്ക ഓൾറെഡി പൊടിച്ചു വെച്ചതാണ്. അപ്പം അമ്മ ചോദിച്ചാണ് ഏലക്ക പൊടിച്ചതുണ്ടല്ലോ, നല്ല മണമൊക്കെ ഉണ്ടല്ലോ എന്ന് അമ്മ ചോദിച്ചതാണ്. അപ്പം അത് ഞാൻ മണത്ത് നോക്കുമായിരുന്നേ. ഇത് അട നല്ലപോലെ വെന്തതിന് ശേഷം നമുക്കിത് വാങ്ങാൻ പറ്റും. ഓ ഓക്കെ. നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ട് ഊറ്റി എടുക്കണതല്ലേ ഉള്ളൂ. ഇത് മൊത്തം നല്ലപോലെ വേവണം. ഓക്കെ. ഇനി അടുത്തത് ഞാനത് തേങ്ങാപ്പാലില്ലേ, തേങ്ങാപ്പാൽ ഞാൻ ജസ്റ്റ് ചൂടുവെള്ളത്തിൽ അതിൻ്റെ ആ പൊടി ഇട്ടൊന്ന് കലക്കി എടുക്കുവാണ്. അതാണ് നമ്മുടെ 1-ാം പാല്.
നമ്മുടെ അടയൊക്കെ വെന്തതിന് ശേഷം രണ്ടാം പാൽ ഒഴിച്ചു. അതിനുശേഷം ആ ചൗരി വേവിച്ച് വെച്ചത് നമ്മൾ ഇട്ടു. അതിനുശേഷം കുറച്ച് ഏലക്ക നമ്മൾ പൊടിച്ചതിട്ടു. പിന്നെ അതെല്ലാം ഒന്ന് ഇളക്കി ഒന്ന് സെറ്റായി കുറുകി വരണം. പിന്നെ കുറച്ച് നേരം ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നാം പാൽ ഒഴിക്കണം. നമ്മൾ ആ മിൽക്ക് പൗഡർ നമ്മൾ ആക്കി വെച്ചിരുന്നില്ലേ, അത് നമ്മൾ ഒന്നാം പാലായിട്ട് ഒഴിച്ചു. അതിനുശേഷം കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിക്കുന്നുണ്ട്, കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട്. കുറച്ച് ഒഴിച്ചാൽ മതി, നമ്മൾ മധുരം ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഒഴിച്ചത്. അതിനുശേഷം നമ്മൾ വേറൊരു പാനിലേക്ക് നമ്മൾ മുന്തിരിയും കാഷ്യൂസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നെയ്യ് ആദ്യം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുത്താൽ മതി. എനിക്കൊരു ചെറിയ അബദ്ധം പറ്റിയിരുന്നത് രണ്ടും കൂടി ഒരുമിച്ച് ഞാൻ ഇട്ടുപോയി. അതായത് കാഷ്യൂസും മുന്തിരിയും കൂടി. അങ്ങനെയല്ലായിരുന്നു, മുന്തിരി ആദ്യം ഒന്ന് ഇങ്ങനെ പൊങ്ങി വന്നതിന് ശേഷം വേണമായിരുന്നു കാഷ്യൂസ് ഇടാനായിട്ട്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇടണമായിരുന്നു, അല്ലെങ്കിൽ പിന്നെ അത് കരിഞ്ഞു പോവും. അപ്പം അത് നെക്സ്റ്റ് ടൈം എങ്കിലും ശ്രദ്ധിക്കണം എനിക്ക്. പിന്നെ അപ്പം ഇതെല്ലാം കൂടെ ഒഴിച്ചു സെറ്റാക്കി അങ്ങനെ പായസം എല്ലാം കോരി ഒരു ബൗളിലേക്ക് ആക്കുവാണേ. റെഡി. പിന്നെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് പായസം വെറുതെ കഴിക്കുന്നതിനേക്കാട്ടിലും പപ്പടവും ആ പഴവും എല്ലാം കൂടെ കൂട്ടി കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. എനിക്കതാണ് കൂടുതൽ ഇഷ്ടം. അപ്പം ഞാനതെല്ലാം സെറ്റാക്കി ഞാനും അമ്മയും കൂടി കഴിക്കാൻ പോവാണേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കിട്ടില്ല ടേസ്റ്റായിരുന്നു. ആ പഴവും ആ ഒരു പപ്പടവും എല്ലാം കൂടെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരുന്നു. എൻ്റെ എക്സ്പ്രഷനിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം, നല്ല ടേസ്റ്റായിരുന്നു. അപ്പം ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പറയുകയും ചെയ്യണം, കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാമേ. അപ്പോൾ ബൈ.